വേൾഡിലെ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഇത് നമ്മുടെ ബാക്കിൽ കാണുന്നത്. കാണിച്ചു തരാവേ. ഫസ്റ്റ് ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബുർജ് ഖലീഫയാണ്. ഇത് സെക്കൻഡ്. ഇതിന് മുൻപ് സെക്കൻഡ് ആയിരുന്നു നമ്മൾ ആ ചൈനയിൽ പോയപ്പോൾ പോയ ഷാങ്കായ് ടവർ ആയിരുന്നു. ഇപ്പം അത് തേർഡായി. ഇതാണ് സെക്കൻഡ്. Good morning from Malaysia, the third day in Malaysia. ശബ്ദം ഇച്ചിരി കൂടി ബെറ്റർ ആയില്ലേ ഇപ്പം? ആദ്യത്തെ അത്രയും കരകരപ്പ് തോന്നുന്നില്ലേലും നമ്മൾ ആ ഫസ്റ്റ് വന്ന് താമസിച്ച ടെമ്പററി ഹോട്ടലില്ലേ അവിടെ വെച്ചത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം. ഞങ്ങൾ രാവിലെ GRWM ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കാറില്ല. കാരണം 9 മണിക്ക് അണ്ണൻ ബസ് കൊണ്ട് വരുന്ന പറഞ്ഞാൽ നമ്മൾ എണീക്കണത് 8:35 ആകുമ്പോഴാണ്. പിന്നെ ചൊട്ടപ്പൊടി എന്ന് പറഞ്ഞാൽ റെഡി ആവുന്നത്. അപ്പം ടൈമേ കിട്ടാറില്ല. ആഗ്രഹമുണ്ട് അതൊക്കെ എടുക്കണമെന്ന്, നാളെയെങ്കിലും ഒന്ന് എടുക്കണമെന്ന് നമ്മൾ വിചാരിക്കണം. ഇവിടെ ദോശയ്ക്ക് പറയണത് തോസാന്ന. അണ്ണ ഹായ് പറ, ഹായ് പറ. മര്യാദയ്ക്ക് അത് ഫുഡ് എടുക്കാനും സമ്മതിക്കൂല. 2 പെണ്ണുങ്ങൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. എനിക്ക് വയ്യ. നമ്മളിങ്ങനെ ട്രിപ്പ് വരുമ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലെ പ്രധാന ഐറ്റംസ് എല്ലാം ഇവർ ഈ ബുഫേയിൽ വെച്ചിട്ടുണ്ടാകും. ബുഫേ കഴിക്കുമ്പോഴുള്ള ഗുണം. അപ്പം ഇന്നലെ നമ്മൾ കസ്റ്റമൈസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ദോശയും കാപ്പി അങ്ങനെ സാധനങ്ങളാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ഈ ബുഫേ കഴിക്കുമ്പോൾ ഗുണം ഇവിടുത്തെ എല്ലാം മെയിൻ ഐറ്റംസ്. അപ്പോൾ അതെ ഇത് കണ്ടോ, ഇതിനകത്ത് മീമി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇവിടുത്തെ ഒരു ഫേമസ് ആണ്. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഒരു നമ്മുടെ നോർമൽ ഫ്രൈഡ് റൈസ് അല്ല, അത് ഇവിടെ ഉണ്ട്. അതുപോലെ കണ്ടോ ഒരു നൂഡിൽസ് പോലത്തെ ഒരു സാധനം, പേര് മറന്നേ. അതെല്ലാം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസാണ്. പക്ഷെ അത് ഈ ബുഫേ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത്രയും ട്രൈ ചെയ്യാൻ മെനക്കെടണം എന്നില്ലല്ലോ. അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം. ഫസ്റ്റ് പിക് സ്റ്റോപ്പ് ഓഫ് ദ ഡേ ഇൻഡിപെൻഡൻസ് ഡേ സ്ക്വയർ, അതുപോലെ നാഷണൽ മോണുമെന്റ് ഒക്കെ കാണാനായിട്ട് പോവാം നമ്മൾ. ബിൽഡിന്റെ ലുക്ക് എങ്ങനെയുണ്ട് കണ്ടോ? ഒരു ലോങ് ഡ്രസ്സിൽ ഒരു സബ്യസാച്ചി ബെൽറ്റ്, ഒരു ചോക്കർ ചെയിൻ, ഒരു ടീഷർട്ടും ഷോർട്സും. ഇത് പാട്ടൊക്കെ കേൾക്കണ്ടല്ലേ. ശരിക്കും സാറ്റർഡേ സൺഡേ ഇവിടെയൊക്കെ ഭയങ്കര സ്ട്രീറ്റ്സിൽ ഷോപ്പിംഗ് വരേണ്ടതാ. നമ്മൾ ഇന്നലെ ഒന്നും കണ്ടില്ല. ഇന്നുണ്ടാവുമായിരിക്കും. സാറ്റർഡേ അല്ലേ, ഇന്നലെ ഫ്രൈഡേ. ടോളസ്റ്റ് ആണോ? ആ സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ആയി മാറും അത്. ഫസ്റ്റ് എനിക്ക് തന്നെ ബുർജ് ഖലീഫയാന്ന് തോന്നുന്നു അല്ലേ, സെക്കൻഡ് ഇത്. ആണല്ലേ. ശരിക്കും സ്ട്രീറ്റ്സ് ഒക്കെ നോക്കിയ രാവിലെ തന്നെ ചേച്ചി അടിക്കുന്നു. ഇത് ഭംഗിയായിട്ടാ കിടക്കണേ നോക്കിയ റോഡൊക്കെ.
ഈ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യണേ അല്ല കേട്ടോ. നമ്മളെന്തെങ്കിലും അങ്ങനെ ഈ നാട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ കാണിക്കുമ്പോൾ കൂടുതലും ഇപ്പോൾ കുറേ കമൻസ്, കുറച്ച് ട്രോൾസൊക്കെ നമുക്കെതിരെ വന്നായിരുന്നു. നമ്മൾ ആ നാടിനെ വെച്ച് കമ്പയർ ചെയ്യാണ്, നമ്മുടെ നാട്ടിലുള്ളതിനെ പറ്റി പറയുന്നില്ല. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ ഈച്ച് ആൻഡ് എവറി ഹിഡൻ സ്പോട്സ് വരെ പോയി എടുക്കുന്ന ആളാണ് ഞാൻ. അത്രയും നമ്മുടെ നാടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ മറ്റു രാജ്യത്ത് കാണുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കാണുമ്പോൾ നമ്മൾ എന്തായാലും പറയണ്ടേ, അത്രേ ഉള്ളൂ. കാരണം ഇങ്ങനെയും കൂടി ആയിട്ടുണ്ടെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കുമല്ലോ നമ്മുടെ സ്ഥലം. സിവിലിയൻ ബിഹേവിയർ ആണെങ്കിലും എല്ലാം. അപ്പം നമ്മൾ ആ സെൻസിലൊന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. ആണ് ഇവിടുത്തെ നാഷണൽ മോസ്ക്. പക്ഷെ ആ മോസ്ക് ആണ് നല്ല ഭംഗി. ഇതൊരു സാധാരണ കെട്ടിടം പോലെ, ഇത് അറിയില്ല എനിക്ക് തന്നെ. നാഷണൽ മോസ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ഫങ്ഷൻസും അതായത് ഈ പെരുന്നാളുകളൊക്കെ വരില്ലേ, ആ സമയത്ത് എല്ലാവരും കൂടി വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണെന്ന് തോന്നും. നമ്മൾ അകത്ത് കയറിയില്ല, എനിക്ക് ഷൂസ് ഊരാൻ മടിയായതുകൊണ്ട് കയറിയില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇവിടെ ഒരു കരിക്ക് കുടിക്കാമെന്ന് ഓർത്തുകൊണ്ട് വന്നു. നാഷണൽ മോസ്ക് മലേഷ്യ. നമ്മൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ആക്ച്വലി മുസ്ലിംസ് ഒത്തിരി ഉള്ളൊരു സ്ഥലമാണ് ഈ മലേഷ്യ. നമ്മുടെ ഇന്നത്തെ മെയിൻ സംഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേഷ്യയിലെ മെയിൻ സ്പോട്ടുകൾ, മലേഷ്യ എന്ന് വെച്ചാൽ കുവാലാലംപൂരിൽ, മലേഷ്യയിലെ ഒരു ഏറ്റവും മെയിൻ സിറ്റിയാണ് കുവാലാലംപൂർ. ഇവിടുത്തെ മെയിൻ സ്പോട്ടുകൾ കവർ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഇത് നമ്മൾ. അപ്പം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ KL ടവർ, മെയിൻ സംഭവങ്ങളായിട്ടുള്ള 2 എന്ന് വെച്ചാൽ ഒന്ന് KL ടവർ, പിന്നെ KLCC അക്വേറിയം ഉണ്ട്. അപ്പോൾ 2-ൽ-1 നമുക്ക് ചൂസ് ചെയ്യാം, നമുക്കത് വിസിറ്റ് ചെയ്യാം എന്നുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു KL ടവറിൽ പോവാന്ന്. കാരണം നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരു ടവറില്ല, ആ ടവർ കാണാൻ പോകാമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അക്വേറിയം ഇപ്പോൾ മലേഷ്യയിൽ നല്ല അക്വേറിയമാണ്, പക്ഷെ അതിലും നല്ല അക്വേറിയമാണ് സിംഗപ്പൂരും ദുബായിലും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അത് അവിടെ പോകുമ്പോൾ കാണാം. ദുബായിൽ പോയപ്പോൾ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇനി ദുബായി പോകുമ്പോൾ കാണാം. പകരം KL ടവർ ഏതായാലും ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, മലേഷ്യയിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്കെന്നാൽ തൽക്കാലം അത് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത സ്പോട്ട് മിക്കവാറും അതായിരിക്കും, നമ്മൾ അങ്ങോട്ട് പോവാം. നമ്മൾ തീഹോൻ ടെമ്പിളിലെത്തി. ഇവിടെ നമ്മൾ റീൽസിലൊക്കെ വൈറലായിട്ട് കണ്ടിട്ടുള്ള ഈ ഫോർച്യൂൺ നോക്കണ സംഭവമുണ്ട്, നമ്മുടെ ഭാവിയെ പറ്റി അറിയുന്നത്. അത് നമുക്ക് നോക്കാവേ എങ്ങനെയാണ്. മലേഷ്യയിൽ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ ഇത്. ഇവിടെ കുറച്ച് സ്റ്റിക്സ് ഉണ്ട്. നമ്പർ ഏതാ? 13. എനിക്ക് നമ്പർ കിട്ടി 13. നമ്മളോട് 13 കറക്കി എടുക്കണം. നിക്കേ 30. എന്താ എന്റെ ഫോർച്യൂണിലാണ് ബിറ്റ്വീൻ ദ ഡീപ് സീ ആൻഡ് ദ ഡെവിൾ. ഓക്കെ, ഇതും കൂടി ഇവർക്കും കൂടി അത് കാണിച്ചോളൂ. ആർക്കാ? അമ്പലത്തിൽ വന്ന് ഫോർച്യൂണൊക്കെ നോക്കി വിഷമിപ്പിക്കണതാ ഗൈസ് കണ്ടത്, അതുകൊണ്ട് വിഷമായി. നമ്മൾ തിരിച്ചു പോവുക. കുറച്ച് റീൽസിനുള്ള വീഡിയോയും കൂടി എടുക്കാനുണ്ട്, അതും കൂടി എടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോവാൻ. നല്ല ചൂടാ. ഞങ്ങൾക്ക് നല്ല മഴക്കാറ് ആക്ച്വലി മേളിൽ, അതാണ് പ്രശ്നം ഇത്രയും ചൂടിൻ്റെ. ഇത്രയും മഴക്കാറില്ലെങ്കിൽ എനിക്ക് തോന്നണേ കഴിഞ്ഞ ദിവസം നമുക്ക് ഇത്രയും ചൂട് തോന്നിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ പുകയണ പോലെ മഴക്കാറ് മേളിൽ നിൽക്കണോണ്ട്. അതുകൊണ്ട് ഓരോ സ്പോട്ടിൽ ഇറങ്ങുമ്പോഴും
എത്രയും വേഗം തിരിച്ച് വണ്ടി കയറിയാൽ മതി എന്ന് തോന്നുന്നു. അടുത്തത് KL ടവറാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കണ്ടോ, ആരും അറിയാതെ മലേഷ്യ വന്ന് അവരുടെ ഇതില് വേസ്റ്റ് നൈസായിട്ട് ഇട്ടിട്ട് പോന്നു. ആ ഓടയാണ്. പേപ്പർ വേസ്റ്റ്, കുഞ്ഞ് പേപ്പർ വേസ്റ്റ് ഇടണം, പ്ലാസ്റ്റിക് ഒന്നും അല്ല ഇട്ടത്, കുഞ്ഞ് പേപ്പർ. ഇത് കട്ട് ചെയ്ത് കളയും കേട്ടോ. ഇത് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് കളയും. സ്വന്തമായിട്ടുള്ള ഊക്കലൊന്നും കേൾക്കില്ല അവിടെ. എല്ലാവരും ഭയങ്കര നല്ല ടീമാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ദിവസം ഞങ്ങള് വൈകി തുടങ്ങി, രണ്ടാമത്തെ ദിവസം ഇവര് വഴിയെ മുഴുവൻ നിങ്ങളാ. അല്ലല്ല, ഞാൻ കണ്ടു രാവിലെ അവിടെ ഒളിച്ചിരിക്കണത്, ആരും നമ്മൾ ആ കുതിരേനെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാന്ന് കരുതി. പക്ഷെ ഒരു പാവം സൈനികനായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്തേക്ക് കുതിരേനെ കൊണ്ടുവന്നിട്ട് ദേ കണ്ടോ, ഈ റീലിലെ വീഡിയോ ഞാൻ ഇട്ട് കാണിച്ചു തരാം സൈഡില്. എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലെ, നമുക്കിനെ ടച്ച് ചെയ്യാനൊക്കെ പറ്റിയ ആ കുതിരേനെ. അല്ലേ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ചേടാ ടച്ച് ചെയ്തേ. അതെ, ഒരു 15 മിനിറ്റ് തന്നിട്ടുള്ളൂ. അല്ലെ, അവിടെ ചിലപ്പോ മുത്തുകൊണ്ടൻ നമ്മളെ ഓടിക്കുക. ഞങ്ങള് ഇതിന്റെ എത്രാമത്തെ ആക്ച്വലി ഇത് 105 എഴുതിയേക്കുന്നേ. പക്ഷെ എനിക്ക് തോന്നുന്നു 105 മേലെ ഉണ്ട്. മേലെയുണ്ട്. 105 ടെറസിന്റെ വരുന്നത്. അതെ, നമ്മളിവിടുത്തെ സ്കൈ ഡെക്ക് എത്തിയിരിക്കുന്നു. അതെ, അടിപൊളിയാ. ഞങ്ങൾ ആദ്യം മോഹൻഡാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നാണ്. അതെ, പിന്നെ വിചാരിച്ചു എന്നാ പോയിട്ട് വരാം, തവണയൊക്കെ കിട്ടുന്ന ചാൻസ് ഉള്ള ഇത് കരുതി നമ്മള് വന്നു. പക്ഷെ ഓക്കെ, ഇറ്റ്സ് വർത്ത് അല്ലേ. നല്ല രസമുണ്ട്. കാരണം ഈ ഒരു ടവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോല് പോലെ കുത്തനെ നിൽക്കുന്നേ. അപ്പൊ അങ്ങനെ ഒരു ടവറിന്റെ അകത്തേക്ക് നമ്മളിങ്ങനെ നേരെ എനിക്ക് തോന്നുന്നു ലിഫ്റ്റിന്റെ സ്ഥലം മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്തെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെയാ നിൽക്കുന്നേ, കുത്തനെ ഒരു കോല്. അതിന്റെ ഉള്ളിൽ നമ്മൾ ലിഫ്റ്റ് കയറി ഇത്രയും മുകളിൽ വന്ന് നമുക്ക് ഈ ഒരു കോലാലംപൂർ പട്ടണത്തിന്റെ ഫുൾ കാഴ്ചകളും കാണാനായിട്ട് പറ്റും. ലിഫ്റ്റ് കയറുമ്പോ കുറച്ച് ഹൈറ്റ് ഒക്കെ എത്തുമ്പോ നമുക്ക് ചെവി കടഞ്ഞു തുടങ്ങും. അതെ അതെ, നമ്മൾ ഈ പ്ലെയിനിലൊക്കെ കയറുമ്പോ ചെവി അടയില്ല, അതേപോലെ ഒരു ഫീൽ. അപ്പൊ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണട്ടെ. എല്ലാരും കണ്ടില്ലേ? ഓക്കേ. അതായത് ഏകദേശം നല്ല നമ്മൾ 104 അല്ല 101, 300 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. 101ാമത്തെ ഫ്ലോർ. 101. ആ കറക്റ്റ് 101. മറ്റേ 105 ഇപ്പൊ വേൾഡിലെ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. കാണിച്ചു തരാവേ. ഫസ്റ്റ് ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബുർജ് ഖലീഫയാണ്. ഇത് സെക്കൻഡ്. ഇതിന് മുൻപ് സെക്കൻഡ് ആയിരുന്നു നമ്മൾ ആ ചൈനയിൽ പോയ ഷാങ്ഹായ് ടവർ ആയിരുന്നു. ഇപ്പം അത് തേർഡായി. ഇതാണ് സെക്കൻഡ്. നമ്മൾ വേണ്ട ഈ കാണുന്ന ടവറിൻ്റെ മുകളിലാണ് കയറിയത്. ആക്ച്വലി നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ എന്തോരുണ്ടെന്ന് മനസ്സിലായിരുന്നു. നമ്മൾ അത്രയും മുകളിലാണ് കയറിയത്. ഇതിൻ്റെ ഒരു വൈഡ് ഷോട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ അല്ല, നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്. ഇതേ ആ കാണുന്നേ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി, അവിടെ ഇതാണ് ഈ ടവർ. ഇതിൻ്റെ മേളോണ് നമ്മൾ കയറിയത്. നമുക്ക് ഞങ്ങൾ രാത്രി പറ്റുവാണെങ്കിൽ നമുക്ക് എന്തായാലും പൂളിലൊന്ന് പോകണം. ഇത്രയും ഒരു അടിപൊളി പ്രോപ്പർട്ടിയിൽ നമുക്ക് താമസിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് പൂളിൽ പോയില്ലെങ്കിൽ ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പൂളിൽ പോയിട്ട് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അതിൻ്റെ മേളിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള വീഡിയോ എടുത്ത് നമുക്ക് അവിടെ നിന്ന് നിന്നിട്ട് ഇതിൻ്റെ മേളിലേക്കുള്ള വീഡിയോയും കൂടി എടുക്കാം. അപ്പം നമുക്ക് ഒരു രസം ഉണ്ടാവുമല്ലോ. കാണിച്ചു തരാവേ. അയ്യോ, ഇനിയിപ്പോൾ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി വരുമ്പോൾ ചേച്ചിയുടെ കൂടെ പോയി ക്യാമറയുടെ സൈഡിൽ ഇങ്ങനെ എന്തോ ഇരിക്കുന്നു. ഞാൻ നോക്കിയത് എന്താണ്. അപ്പോൾ ചേച്ചിയുടെ കൂടെ പോയിട്ട് രാത്രി നമ്മൾ കുറച്ച് ഷോപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഷോപ്പൊക്കെ ചെയ്ത് നമുക്ക് തിരിച്ച് വന്ന് പൂളിൽ ചാടാം. രാത്രിയിലത്തെ വ്യൂ എടുക്കാം. നാളെ കാലത്ത് നമുക്ക് പൂളിൽ ഇറങ്ങാം. അപ്പോൾ നമുക്ക് രണ്ട്
ഡിഫറൻസും കിട്ടും, രാത്രിയിലത്തെയും പകലത്തെയും വ്യൂവിൻ്റെയും കാഴ്ചകളുടെയും ഒക്കെ. ഞാനൊരു മടിച്ചായതുകൊണ്ട് എനിക്കിങ്ങനെ യൂട്യൂബ് ഞാനിത് ട്രാക്കിലേക്ക് വരുന്നുള്ളൂ. എനിക്കതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് പറയാനൊന്നും പറ്റുന്നില്ല. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പൊതു സ്വഭാവം ആദ്യത്തെ 2 ദിവസം ഞാൻ ഭയങ്കര ആക്റ്റീവായിരിക്കും, എനർജറ്റിക് ആയിരിക്കും. 3-ാം ദിവസം ആകുമ്പോഴേക്കും ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ താഴും. ഫീൽഡിനോട് ചോദിച്ചാൽ മതി, ഞാൻ ഭയങ്കര ഡള്ളാന്ന് രാവിലെ. അല്ല വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇങ്ങനെയാണ്. 3rd ഡേ ആകുമ്പോഴേക്കും ഞാൻ ഭയങ്കര ഡള്ളാവും. അങ്ങനെ ഓടി. എൻ്റെ ഈ ടീഷർട്ട് നമ്മൾ US പോളോയുടെ മിന്ത്രേന്ന് US പോളോയുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചതാട്ടോ. അപ്പം ഇത് ഭയങ്കര ട്രെൻഡാണ്, പോളോ ടീസ് എന്ന് പറഞ്ഞിട്ട്. ഇതിനൊരു 1100 ആ റേഞ്ചുണ്ട്. പക്ഷെ സാധനം അടിപൊളിയാട്ടോ, ഭയങ്കര സുഖം ഇടാനായിട്ട്. കണ്ട ഇത്രയും സ്ലീവ് ഉള്ളൂ. ജീൻസിൻ്റെ കൂടെ ഇടാം, ഷോർട്സിൻ്റെ കൂടെ ഇടാം, സ്കേർട്ടിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. വീട്ടിലിട്ടേക്കുന്ന സസഫ്രസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലോങ് ടീഷർട്ടാണ് ആക്ച്വലി. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം കേട്ടോ. അതിന് ആക്ച്വലി വലിയ വിലയില്ല, അതിനൊരു 800 ആ റേഞ്ചുള്ളൂ. നമുക്കിങ്ങനെ എവിടെ വേണമെങ്കിലും ക്യാഷ്വലായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇനി ഫോമലാക്കണമെങ്കിൽ ഇത് ഇപ്പോൾ ചെയ്തേക്കണ പോലെ സ്റ്റൈൽ ഈസി ആയിട്ട് അതിനെ ഫോമലാക്കാൻ പറ്റും. പാർട്ടി വെയർ ആയിട്ട് വരെ നമുക്കതിനെ വിചാരിച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സിങ്. ഈ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. പണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മാക്സിമം ഇങ്ങനെ ഗോഡിയായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റായി. ഇപ്പോൾ മാക്സിമം കംഫർട്ടബിളിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മേ ബി 30 വയസ്സ് കഴിയുന്നതിൻ്റെ വ്യത്യാസമായിരിക്കും, അല്ലേടോ? ഈ ഒരു വെങ്കൊച്ചിനെ കാണിച്ചു തരാം കേട്ടോ, ഭയങ്കര ഇതാ. ഒന്നൊരു ചാട് വരുന്നെങ്കിൽ കാണാൻ. ഹേ ക്യാൻ യു ഡു? കണ്ടോ കണ്ടോ കണ്ടോ. ഹലോ ഗായ്സ്, വി ആർ വിത്ത് ചേച്ചി ആൻഡ് ഫാമിലി. എങ്ങനെ? ഞങ്ങൾക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിന്റെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നപ്പോ നല്ല മഴയായിരുന്നു പുറത്ത്. ഗ്ലാസ് ബ്രിഡ്ജ് അല്ല, ഒബ്സർവേഷന്റെ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോ മഴയൊക്കെ മാറി. നിങ്ങളുടെ വണ്ടി എത്തിയപ്പോ കൃത്യം മഴ തുടങ്ങി. ഞാനപ്പോ ഇവളോട് പറയായിരുന്നു, ചേട്ടാ ചേച്ചി വന്ന കൃത്യസമയം, നമുക്കിത് ഭാഗ്യമുണ്ട്. നമ്മള് വണ്ടി കയറുന്നതിന് ഇതില്ല. അയ്യോ, ഇന്നലെ മറ്റേ കിടന്നത് 1 മണിക്കൂറോളം കിടന്നു. എവിടെ? ഇന്നലെ പോയ സ്ഥലം. അയ്യോ, ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. കിടന്ന സ്ഥലം ഇത് നമ്മൾ തിരിച്ചു പോയപ്പോഴും നമുക്ക് ഇന്നാ സ്പൈഡർമാനിന്റെ അത് കാണാൻ പറ്റുമോ ചോദിച്ചു. എങ്ങനെയെങ്കിലും പുറത്തുനിന്നാണെങ്കിൽ നല്ല അത് നമുക്ക് നമുക്ക് ഓടാം. ഞങ്ങൾ നല്ല ചായയൊക്കെ കുടിച്ച് പുറത്ത് നല്ല വെതറൊക്കെ കണ്ട് വണ്ടിയിൽ സുഖമായിട്ടിരിക്കും. ഇത് കാണിച്ചെടുത്ത് നമ്മുടെ കുക്കി, ചേച്ചി ഉണ്ടാക്കിയ കുക്കി ബ്രൗണി. ഇതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. മമ്മി ഉണ്ടാക്കിയത്. അവള് ഉണ്ടാക്കുവായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പക്ഷെ അവള് ഉണ്ടാക്കിയ അവൾ 2 എണ്ണമൊക്കെ ഉണ്ടാക്കുള്ളൂ, അവൾക്ക് മാത്രം തിന്നാനേ ഉണ്ടാക്കുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചത്. അത് ബിക്കോസ് മമ്മി ഡൈല്യൂട്ട് ചെയ്യും അതിന്റെ ടേസ്റ്റ്. ബ്രൗണിയുടെ മിക്സ് മേടിച്ചിട്ട് അതിന്റെ 1 കിലോ ചേച്ചി ബ്രൗണി ഉണ്ടാക്കാൻ നോക്കിയതാണ്, പക്ഷെ കുക്കി ആയിട്ട് അവസാനിച്ചു. അപ്പൊ അതിന് പേരിട്ട് ബ്രൗണി കുക്കി. ഞാൻ ബ്രൗണി ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കാറില്ല. ഇത് മിക്സിന്റെ അകത്ത് ഞാൻ എക്സ്ട്രാ സാധനങ്ങള് ഫിറ്റ് ചെയ്ത് വെച്ചേക്കണ. അവളുണ്ടാക്കി മിക്കവാറും വണ്ടിന്ന് ചവിട്ടി പുറത്താക്കി. ഇവളെ മറ്റേ വലിച്ചേറ്റ് എന്നെ വേണം പറയാൻ. അവളുണ്ടാക്കണ എങ്ങനെയാ വെച്ചാൽ ബോക്സിന്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ടാക്കും. ഭയങ്കര മധുരം എന്ന് വെച്ചാല് അങ്ങനെ പറഞ്ഞിട്ട് മമ്മിയും ആണ് മൊത്തം തിന്നതും. എനിക്ക് കഴിക്കണമല്ലോ. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഫ്ലവർ ഒക്കെ ഇട്ട് ഷുഗറൊക്കെ ഒരു സെറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്യും. മീറ്റ് മിസ് റയ. എനിക്കൊരു 5-6 തിന്നു. ഇവളുടെ കുഞ്ഞുമ്മയാണ് ഞാൻ. എന്റെ പപ്പയുടെ ചേച്ചിയുടെ മോളാണ് ഇതേ ഫ്രണ്ടിലിരിക്കുന്ന നീല ചുരിദാറിട്ടത്. അപ്പൊ ഇവളെ കുഞ്ഞിലെ മുതൽ ഫുൾ എടുത്തോണ്ട് നടന്നത് ഞാനായിരുന്നു. കുഞ്ഞുമ്മ കുഞ്ഞുമ്മ എന്നും വിളിച്ച് എന്തായിരുന്നടി പറയടി, 10 മാസം അവള് ചുമന്നുള്ളൂ, പക്ഷെ നിന്നെ ബാക്കി 10 വർഷം എടുത്തോണ്ടിരുന്നത് ഞാനായിരുന്നു. ഞാൻ എന്തോരം എടുത്തോണ്ട് നടന്നിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ റേ നിനക്ക്?
എനിക്കൊരു ഓർമ്മ പോലും ഇല്ല. ആര് എവിടെന്ന് വലിഞ്ഞേറി വന്നു കടന്ന് ചുവന്ന കഥ പറയാത്. അല്ല അവിടെ അവിടെ കോയിൻ കിട്ടില്ലായിരുന്നോ? എത്ര റിങ് 10 റിങ്ങറ്റോ എന്തോടുമ്പോ അതുണ്ടോ ഇവിടെ? ഞാൻ പറഞ്ഞു. ഡിലന്റെ പേര് ഡിലൻ എന്നാണ്. പക്ഷെ ഞാൻ ഇന്നലെ ചോദിച്ചു ഡിലന്റെ പേരുള്ള ഒരു ആളുടെ പേരറിയോ? ഡിലൻ തോമസിനെ അറിയോ? വീണ്ടും ചോദിക്കുന്നു, ഡു യു നോ ഡിലൻ തോമസ്? He is the greatest kavi in the English poetry, you know. I was an English teacher. ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നു. So when I hear the name Dylan, മോദിയാ. ഓ ആ തോമസ് ട്രെയിൻ അല്ലേ? Dylan Thomas. അത് വേറെ. He was a great poet in English literature. Say hi. 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 നമ്മൾ ഈ സാധനത്തിലേക്ക് ഇങ്ങനെ ചുമ്മാ ഇട്ടാൽ മതി, ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്കാൻ ആവും. കണ്ടോ? അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഈ ഒരു സ്പേസിനോട് വിട പറയുകയാണ് കേട്ടോ. ശരിക്കും മിസ് ചെയ്യും. കാരണം ഭയങ്കര ഞങ്ങൾ കുറച്ച് സമയം ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തോളൂങ്കിലും ഇത് ഭയങ്കര ഒരു ഫീൽ ലൈക്ക് എ ഹോം, അങ്ങനെ ഒരു ഇതായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സ്പേസ്. ഒന്നുകൂടി നമുക്ക് ബാൽക്കണി കാഴ്ചകളൊക്കെ കാണാം. ഇന്ന് രാത്രി ഇവിടെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കണ സംഭവം ഉണ്ടായി. കോഫി മേടിക്കാൻ നമ്മൾ എവിടേക്കാന്ന് പോയേ? നമ്മൾ ചൈന മാർക്കറ്റ് കഴിഞ്ഞ് അവിടുത്തെ പുത്രജയ പോയി ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചിട്ടാണ് പുത്രജയ പോയി. അതെ. അത് കഴിഞ്ഞ് അവിടെ നേരെ നമ്മൾ എയർപോർട്ടിൽ വന്നു. അങ്ങനെ നമ്മുടെ 4 ദിവസത്തെ മലേഷ്യൻ യാത്രയ്ക്ക് വിരാമമാണ്. അപ്പൊ നിങ്ങള് മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൈരളിയുടെ കൂടെ പോരെ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ് ട്രിപ്പ് അവരുടെ. കാരണം ഗ്രൂപ്പ് ആണെന്ന് വെച്ചാൽ ഗ്രൂപ്പാണ്, എന്നാൽ ഗ്രൂപ്പ് അല്ലയോ എന്ന് വെച്ചാൽ അല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ട്രിപ്പ്. അതിന് നല്ല രീതിയിലാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത്.